കോഴിക്കോട് ജില്ലയിൽ പട്ടാപ്പകൽ പന്നിയുടെ ആക്രമണത്തിൽ നിന്നും അധ്യാപകൻ രക്ഷപ്പെട്ടത് തലനാരിഴക്കാണ്. ബാലുശ്ശേരി സംസ്കൃത കോളേജിലെ അധ്യാപകൻ ഡോക്ടർ എം മനോജ് കുമാറിനെയാണ് പന്നി ആക്രമിച്ചത്. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. കോളേജ് ഓഫീസിന് മുന്നിലൂടെ നടന്നുപോയ അധ്യാപകന് നേരെ കാട്ടുപന്നി പാഞ്ഞെടുക്കുകയായിരുന്നു. എന്നാൽ പന്നിയുടെ ഇടി കോളേജ് ഭിത്തിയിലാണ് ഏറ്റത്. ഇവരുമായി ശ്യാമപ്രസാദ് ചിരികയാണ്. ശ്യാമപ്രസാദ്, നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും ഭാഗ്യം കൊണ്ടാടിയൊരു അധ്യാപകൻ രക്ഷപ്പെട്ടത്. എപ്പോഴായിരുന്നു സംഭവം? സുരേഷ്, തീർച്ചയായും പന്നിയുടെ ആക്രമണത്തിൽ നിന്ന് അധ്യാപകൻ തലനാരിഴയ്ക്ക് രക്ഷപ്പെടുകയായിരുന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ട് 3:30 ബാലുശ്ശേരിയിലെ സംസ്കൃത കോളേജിലായിരുന്നു ഈ ഒരു സംഭവം നടന്നത്. അധ്യാപകൻ ലൈബ്രറിയുടെ ഭാഗത്തൂടെ ഓഫീസിലേക്ക് നടന്നു പോകുന്ന സമയത്ത് തന്നെയായിരുന്നു കാട്ടുപന്നി ഓടി വന്ന് ആക്രമിച്ചത്. ഇതിനിടയിൽ അദ്ദേഹം ഒഴിഞ്ഞു മാറുകയും ഈ കാട്ടുപന്നിയുടെ തല വന്ന് ഓഫീസ് ഭിത്തിയിൽ ഇടിക്കുകയുമായിരുന്നു. തുടർന്ന് പന്നി ഓടി മറയുകയും ചെയ്തു. ഈ സമയത്ത് തന്നെ കുട്ടികളാരും ഇല്ലാതിരുന്നാൽ, വിദ്യാർത്ഥികളാരും തന്നെ ക്യാമ്പസിൽ ഇല്ലാതിരുന്നതും വലിയൊരു അപകടം ഒഴിവാക്കുകയാണ് ചെയ്തത്. എന്തായാലും ഈ അടുത്ത കാലത്ത് സംസ്കൃത കോളേജിന്റെ ഈ ഒരു ക്യാമ്പസിനകത്ത് കാട്ടുപന്നിയുടെ ആക്രമണം രൂക്ഷമാണ്. പലതരത്തിൽ അധ്യാപകർ അടക്കമുള്ളവർ, ബന്ധപ്പെട്ട അധികൃതർ അടക്കമുള്ളവർ നേരത്തെ തന്നെ വനംവകുപ്പിനടക്കം ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരാതി നൽകിയിരുന്നു. എന്നാൽ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലും വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു നടപടികളും നിലവിൽ ഉണ്ടായിട്ടില്ല. എന്തായാലും നിലവിൽ ഈ കോളേജിന്റെ പരിസരവുമെല്ലാം ആഴ്ചയിൽ വിദ്യാർത്ഥികളും അധ്യാപകരും ഇറങ്ങി വൃത്തിയാക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇതിനിടയിലാണ് ഇപ്പോൾ അധ്യാപകൻ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട സംഭവം ഉണ്ടായിരിക്കുന്നത്. ശരി, ശ്യാമപ്രസാദാണ് കോഴിക്കോടിന് വിവരങ്ങൾ നൽകിയത്.